2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്ത്യ-പാകിസ്ഥാൻ ആവേശപ്പോര് ഇന്നാണ്. മത്സരം വൈകിട്ട് 7 മണി മുതൽ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കും. നമീബിയക്കെതിരെ കളിക്കാതിരുന്ന അഭിഷേക് ശർമ്മ ഇന്ന് കളിച്ചേക്കും. അസുഖബാധിതനായ അഭിഷേകിന് പകരം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസണാണ് കളിച്ചത്. അഭിഷേക് വരുന്നതോടെ സഞ്ജു പുറത്താകും. അതേസമയം മത്സരത്തിന് ഭീഷണിയായി വൈകിട്ട് മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ജയേഷ് പൂക്കോട്ടൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ജയേഷ്. അങ്ങനെ അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ആവേശത്തോടെ കാത്തിരിക്കുമ്പോൾ പുതിയൊരു വെല്ലുവിളി മഴ എതിരാളിയാകുമോ എന്നുള്ളതാണല്ലേ? വെരി ഗുഡ് മോർണിംഗ്. 50 മുതൽ 70% വരെ മഴ പെയ്യുമെന്നാണ് കൊളംബോയിലെ കാലാവസ്ഥാ നിഗമനം. പ്രത്യേകിച്ച് ബേ ഓഫ് ബംഗാളിൽ രൂപപ്പെട്ടുള്ള പുതിയ ന്യൂനമർദ്ദമാണ് വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. എന്നാൽ പോലും ക്ലാസിക് പോരാട്ടത്തിനായി ലോകം മുഴുവൻ വലിയ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നത് ഇന്ത്യയുടെ ബാറ്റർമാരും പാകിസ്ഥാന്റെ സ്പിന്നർമാരും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിൽ കൂടിയായിരിക്കും ഇന്നത്തെ മത്സരം ഏറെ ശ്രദ്ധേയമാകാൻ പോകുന്നത്. നമുക്കറിയാം 5 സ്പിന്നർമാരുമായിട്ടാണ് പാകിസ്ഥാൻ ഈ ലോകകപ്പിലുടനീളം കളിക്കുന്നത്. അതിൽ തന്നെ അബ്രാർ അഹമ്മദിനെ പോലെയുള്ള സൈം അയ്യൂബിനെ പോലെയുള്ള മികച്ച സ്പിന്നർമാർ അവർക്കുണ്ട്. ഉസ്മാൻ താരിഖിനെ പോലെയുള്ള വളരെ വിചിത്രമായ ആക്ഷൻ കൊണ്ട് ഇതിനകം ശ്രദ്ധ നേടിയ ഉസ്മാൻ താരിഖിനെ ഏത് രീതിയിലായിരിക്കും ഇന്ത്യൻ ബാറ്റർമാർ നേരിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ദിവസം നെറ്റ്സിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ അനുകരിച്ച് വരെ ഇന്ത്യൻ താരങ്ങൾ ബോൾ ചെയ്യുകയും അത് ഫേസ് ചെയ്യുന്ന രീതി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള മത്സരം തന്നെയാണ്. കഴിഞ്ഞ 23 T20 മത്സരങ്ങളിലും വിക്കറ്റ് നേടിക്കൊണ്ടാണ് ഉസ്മാൻ താരിഖ് ഇന്ത്യയെ നേരിടാൻ വരുന്നത്. ഇന്ത്യക്കെതിരെ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്നുള്ളത് തന്നെയായിരിക്കും വേറെ ശ്രദ്ധേയമാകാൻ പോകുന്നത്. ഒപ്പം തന്നെ ഒരുപാട് ആകാംക്ഷകൾ ഈ ഒരു മത്സരത്തിലുണ്ട്. നമുക്കറിയാം ഏഷ്യ കപ്പിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്ന മത്സരമാണ്. അന്ന് ഹസ്തദാന വിവാദമൊക്കെ വലിയ രീതിയിൽ ചോദ്യമായിരുന്നു. സൂര്യയോട് കഴിഞ്ഞ ദിവസം നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈ കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ 24 മണിക്കൂർ നിങ്ങൾ കാത്തിരിക്കൂ എന്നായിരുന്നു സൂര്യയുടെ മറുപടി. അത്തരത്തിൽ ഇന്ത്യൻ താരങ്ങൾ പാക് താരങ്ങൾക്ക് കൈ കൊടുക്കുമോ എന്നതടക്കം ഒരുപാട് രാഷ്ട്രീയമായ സംഭവങ്ങളും ഇതിനകം കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആകാംക്ഷയോടെ തന്നെയാണ് ക്രിക്കറ്റ് ലോകം ഈ ഒരു പോരാട്ടത്തിനായി കാത്തിരിക്കുന്നത്. ജയേഷ് പൂക്കോട്ടൂരാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.